സുലേഖ, തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദേവാലയങ്ങൾ പാതിരാ കുർബാനയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞോ? ക്രമീകരണങ്ങൾ എവിടം വരെയായി? എന്തായാലും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം, തിരുപ്പിറവി ആഘോഷത്തിലേക്കുള്ള എല്ലാ ചുവടുകളും അത് എടുത്തിട്ടുണ്ട് മലയാളികൾ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിപുലമായ ആഘോഷം തന്നെയാണ് തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷവുമായി, തിരുപ്പിറവി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പള്ളികളിൽ പാതിരാ കുർബാനകളൊക്കെ തന്നെയും പുരോഗമിച്ചു വരികയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മലങ്കര കത്തീഡ്രൽ ആസ്ഥാനമായിട്ടുള്ള പട്ടംപള്ളിയിൽ പാതിരാ കുർബാനയുടെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മലങ്കര ആർച്ച് ബിഷപ്പ് ക്ലിമ്മിസ് ബാവയാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ തിരുപ്പിറവി സന്ദേശവുമായി ബന്ധപ്പെട്ട ക്ലിമ്മിസ് ബാവ അത് വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ബീഹാറിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ക്രൈസ്തവർക്ക് നേരെ, കരോൾ സംഘത്തിന് നേരെ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ക്ലിമ്മിസ് ബാവയുടെ സന്ദേശം അത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ദേശത്ത് പലയിടത്തും ഇത്തരത്തിൽ കരാൾ സംഘങ്ങൾ ആക്രമിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അത് വർദ്ധിച്ചു വരുന്നൊരു സ്ഥിതിയുണ്ട്. രാജ്യത്തും ലോകത്തും ഇത്തരം ആക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ക്ലിമ്മിസ് ബാവ ഇന്ന് ഈ സന്ദേശത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഭ്രാന്തു കാട്ടുന്നവരെ എന്തു പേര് പറഞ്ഞാണ് വിളിക്കേണ്ടതെന്നും ഒന്നും അറിയില്ല. പക്ഷേ അവർക്ക് വെളിച്ചം പകരട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ നക്ഷത്രങ്ങൾ അലങ്കരിക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ വെച്ച ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അലങ്കാരം അത് നക്ഷത്രങ്ങൾ വഴിയാകുന്നു. അത്തരത്തിൽ തന്നെ അവരുടെ മനസ്സിലും ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് ക്ലിമ്മിസ് ബാവ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഇന്ന് വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ പ്രാധാന്യം അത് തകർത്തു കളയാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ഈ ക്രിസ്മസ് ആഘോഷത്തിന് അപ്പുറത്ത് മറ്റ് ആഘോഷങ്ങൾ, ഇതിന് വിപരീതമായിട്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള പൊലിമ കളയാൻ, ക്രിസ്മസിൻ്റെ പൊലിമ കളയാനുള്ള ആഘോഷങ്ങൾ അത് നടക്കുന്നു. അത് ഒരിക്കലും കഴിയില്ല. അത് വിശ്വാസികൾക്കിടയിൽ അത് കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് ക്ലിമ്മിസ് ബാവ പട്ടംപള്ളിയിൽ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ വിശ്വാസികളൊക്കെ തന്നെയും ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പാതിരാ കുർബാനകൾ അത് പള്ളികളിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വിശ്വാസികളൊക്കെ തന്നെയും കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മലയാളികളൊന്നാകെ, ലോകമൊന്നാകെ ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുന്നു. അത്തരത്തിൽ നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ട്, ഇരുട്ടിൽ നിന്ന് ആ നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ 25 ദിവസവും ഈ വിശ്വാസികൾ എടുത്ത നോയമ്പിൻ്റെ അവസാനം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം. അതിനെ വിപുലമായി തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്, അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണ് വിശ്വാസികൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ എല്ലാ ആഘോഷങ്ങളും പുരോഗമിച്ചു വരികയാണ്. അല്പസമയം കഴിഞ്ഞ് ഇവിടെ പാതിരാ കുർബാന ആരംഭിക്കും. ഈ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇത്തരത്തിൽ തോമസ് ജെ നെറ്റോ ആണ്, ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ്. ഈ പാതിരാ കുർബാനയ്ക്ക് ശേഷം തോമസ് ജെ നെറ്റോവിൻ്റെ സന്ദേശം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ലോക രാജ്യകാര്യങ്ങളെ ഒക്കെ തന്നെയും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഏറ്റവും മനോഹരമായൊരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. എന്തായാലും ഈ സന്ദേശത്തിന് ശേഷം ഇത്തരത്തിൽ പാളയം പള്ളിയെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ പാളയം പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂടുണ്ട്. ആ പുൽക്കൂടിലേക്ക് ഈ ഉണ്ണി യേശുവിനെ എത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ തിരുപ്പിറവി എന്നുള്ള ആഘോഷത്തിലേക്ക് കടക്കുക. എന്തായാലും ആഘോഷത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്ന ആളുകളൊക്കെ തന്നെയും, മലയാളികളൊക്കെ തന്നെയും, ലോകമൊക്കെ തന്നെയും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു നിമിഷം, അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ തന്നെയാണ് നമ്മളും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പാളയം പള്ളിയിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, പുൽക്കൂടടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ തോമസ് ജെ നെറ്റോ ഈ സന്ദേശത്തിന് ശേഷം ഉണ്ണിയേശുവിനെ ഈ പുൽക്കൂട്ടിലേക്ക് വെക്കും. അങ്ങനെയാണ് ഈ പാളയം പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം അത് പൂർണ്ണമാവുക എന്നുള്ളത് തന്നെയാണ്.
ഇത്തരത്തിൽ വലിയ വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പള്ളികളിലൊക്കെ തന്നെയും പാതിരാ കുർബാനകൾ അത് പുരോഗമിച്ചു വരികയാണ്. അല്പസമയം മുൻപാണ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഈ പാതിരാ കുർബാന അവസാനിച്ചത്. അത്തരത്തിൽ വലിയ വിപുലമായ ആഘോഷങ്ങൾ അത് തിരുവനന്തപുരത്തും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, എങ്ങനെയാണ് ക്രിസ്മസ്? എങ്ങനെയാണ് ക്രിസ്മസ്? എങ്ങനെയാണ്? ഗംഭീരം, അടിപൊളി. മേരി ക്രിസ്മസ്. പാതിര കുർബാന കൂടിയിട്ട് ശരി, ഇവിടെയുണ്ട്. എന്തായാലും അങ്ങനെ തന്നെയാണ് ആളുകളുടെ പ്രതികരണമൊക്കെ തന്നെയും. അത്തരത്തിൽ വലിയ ആഘോഷമായി തന്നെ ആളുകൾ ഈ ക്രിസ്മസിനെ കൊണ്ടാടുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് രാജ്യത്ത് പരിശോധിച്ചാൽ കാണാം, മറ്റിടങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ക്രിസ്മസിനെ തകർക്കുന്നതിന് വേണ്ടി, ക്രിസ്മസിന്റെ ആഘോഷത്തിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയാണ് ക്രിസ്മസ്? എങ്ങനെയാണ്? സൂപ്പറാണ്. കേക്കൊക്കെ വാങ്ങിയോ? മുറിച്ചോ? നാളത്തെ പരിപാടി എങ്ങനെയാ? നാളെ എന്തായാലും വരും. എങ്ങനെയാണ് വീട്ടിലൊക്കെ ആഘോഷം? എങ്ങനെയാണ്? കേക്കൊക്കെ വാങ്ങി? ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കേക്കൊക്കെ വാങ്ങിയിട്ട് മേരി ക്രിസ്മസ്. എന്തായാലും ആളുകളുടെ പ്രതികരണമൊക്കെ തന്നെയും എല്ലാ കുട്ടികളിൽ നിന്നും പ്രായമില്ലാതെ തന്നെ ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന തിരുവനന്തപുരത്തെ ദേവാലയങ്ങളിലെ വിശേഷങ്ങളാണ് സുലേഖ പങ്കുവച്ചത്.